നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് 64, 25, 8, 27. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് ഒന്ന് 64, 25, 8, 27. ഓക്കെ, 64 എന്ന് പറയുന്നത് 4ൻ്റെ ക്യൂബാണ്, 25 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയറാണ്, 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബാണ്, 27 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇവിടെ എല്ലാം ക്യൂബായിട്ട് വരുന്ന സ്ഥിതിക്ക് ഇവിടെ 25 മാത്രമാണ് സ്ക്വയർ വരുന്നത്. സോ 25 ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിൽ സമയം 12:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ സമയം നമ്മൾ അതേപോലെ എഴുതുക, 12:15 അല്ലേ. അപ്പോൾ നമ്മൾ 12 എന്നുള്ളത് അതേപോലെ എഴുതുക. എന്നിട്ട് ഈ 15 എന്ന് പറയുമ്പോൾ ക്ലോക്കിൽ എത്രയാണ് സമയം? ക്ലോക്കിൽ 3-ലെത്തുമ്പോഴായിരിക്കും. സോ -3 × 30. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 × 30 എന്നാണ് കിട്ടുന്നത്, അതായത് 270. ഓക്കെ, 270 എന്ന് കിട്ടി. ഇനി മിനിറ്റിൽ തന്നിരിക്കുന്നതിൻ്റെ പകുതി. സോ 15ൻ്റെ പകുതി 7.5, അത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് 360 ഡിഗ്രിനേക്കാളും കൂടുതലാണ്. സോ നമ്മളിത് 360 ഡിഗ്രിന്ന് മൈനസ് ചെയ്യണം. സോ 360 ഡിഗ്രി ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 82.5, അതായത് ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2, 3, 5, 7, 11. നെക്സ്റ്റ് സംഖ്യ ഏതെന്നാണ് ചോദ്യം. നമുക്ക് കണ്ടറിയത് എന്താണ്? പ്രൈം നമ്പേഴ്സാണ്, അഭാജ്യ സംഖ്യകളാണ്. അതായത് ഇപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ അതിനെ 1 കൊണ്ടും 2 കൊണ്ടും മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 ആണെങ്കിലും 1ഉം 3ഉം മാത്രമേ പറ്റൂ. 5ഉം 7ഉം ഒക്കെ അതേപോലെ 1ഉം 5 മാത്രമാണ് അതിൻ്റെ ഇതായിട്ട് വരുന്നുള്ളൂ. അതേപോലെ 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ വരിക എന്നാണ്? 13 ആയിരിക്കും വരിക അല്ല. 13 നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, വേറെ സംഖ്യകളൊന്നും വരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് 13 ആണ്. അത് കഴിഞ്ഞാൽ എന്ത് വരാം? 17 അങ്ങനെ ഓപ്ഷനിലുണ്ട്. പക്ഷേ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? 13 ആയിരിക്കും. സോ അത് അതിൻ്റെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ A 13 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 84 - 27 ഡിവൈഡഡ് ബൈ 3 × 2 + 7.5 × 2 = എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ബോഡ്മാസ് റൂൾ. അതായത് എന്താണ്? ബ്രാക്കറ്റ്, പിന്നെ ഓർഡേഴ്സ്, ഡിവിഷൻ, അഡീഷൻ, ബോഡ്മാസ്, അതായത് ബ്രാക്കറ്റ്സ്, പിന്നെ ഓർഡേഴ്സ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഈ ഓർഡറിലാണ് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ഇത് ചെയ്യേണ്ടത്. സോ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? ബോഡ്മാസ് ആണ് നമ്മുടെ റൂള്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തിൽ എന്ത് ചെയ്യാം? ഡിവിഷൻ ചെയ്യാം. ബ്രാക്കറ്റ്സ് ഓർഡേഴ്സ് ഒന്നുമില്ല. സോ ഫസ്റ്റ് ഡിവിഷൻ. സോ 84 - 27 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 9 × 2 പ്ലസ് അടുത്ത എന്താണ്? ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. 7.5 × 2 50. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 84 - 18 + 50. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അഡീഷൻ ചെയ്യാം. സോ 84 + 15 - 18 അങ്ങനെ ചെയ്യുമ്പോൾ 9 - 18 which is equal to 81 ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്.